ഫിൽമി ഷെക്ക്, റോസ്റ്റർ ചച്ചു, മൈ ടേൺ, ഡംബ് ഫ്ലിക്സ്, തരംഗൻ, അങ്ങനെ ഒരുപാട് റോസ്റ്റിംഗ് ചാനലുണ്ട്. അതുപോലെ പുതുതായിട്ട് റോസ്റ്റ് കണ്ടൻറ് ഇടാനും മറ്റുള്ളവരുടെ സിനിമയോ വേറെ എന്തെങ്കിലും സാധനത്തിനെ എടുത്ത് നമ്മളേതായിട്ട് ഇതിൽ ഹാസ്യാത്മകമായിട്ട് അതിനെ അവതരിപ്പിക്കാൻ നമ്മുടെ വോയിസ് കൊടുത്ത് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ട്രോളന്മാരൊക്കെ ഉൾപ്പെടുമ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു. പണി കിട്ടും, ഒരുപാട് സമയം ഒന്നും വേണ്ട, ഉടനെ കിട്ടും. എനിക്ക് കിട്ടി, റീൽ ഉടനെ കിട്ടി. ഞാനതാണ് പറയാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പേ റോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അപ്പം ചുട്ടെടുക്കും പോലെ എളുപ്പമുള്ള കാര്യമല്ല റോസ്റ്റ്. ഏറ്റവും ടഫായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് റോസ്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ടഫാണ്. ഒരു സിനിമ കാണുമ്പം അതിനെ റോസ്റ്റ് ചെയ്താൽ കൊള്ളാമോ എന്ന് നമുക്ക് അതിന് ഡിസിഷൻ മേക്ക് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇപ്പം എല്ലാ പടവും നമുക്ക് റോസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാത്രം ചിരിച്ചാൽ പോരല്ലോ, കാണുന്നവൻ തന്നെ ചിരിക്കണ്ടേ. അതൊരു കാര്യമാണ്. അതിൽ ഇപ്പം 2.5-3 മണിക്കൂറുള്ള സിനിമ മിക്കവാറും അപരാധങ്ങളായിരിക്കും. ഇതിനെടുത്ത് ഒരു 10 മിനിറ്റ് ചുരുക്കണം. അതിനകത്ത് അതിൻ്റെ കണ്ടൻറ്റ് മെയിൻ സാധനങ്ങളെല്ലാം വരെയും വേണം. ആ സിനിമ കാണാത്തവർക്കും ഈ കഥ മനസ്സിലാക്കണം. ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സാധനം പറ്റുമോ എന്ന് നമ്മൾ ആദ്യം ആലോചിക്കണം. അതും കണ്ടവർക്കാണെങ്കിൽ ചിലപ്പോൾ ബോറടിക്കും, കണ്ട സാധനം തന്നെ വീണ്ടും കാണുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ഇടവേളകളിൽ ഹൈ മൊമെൻ്റ് ഉണ്ടാക്കണം. ആ ഹൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിരിയുടെ ഹൈയാണ്. അപ്പോൾ ആ ചിരിയുടെ ഹാങ് ഓവർ തീരുന്ന സമയത്തേക്ക് നമുക്ക് ബാക്കി കഥകളൊക്കെ പറഞ്ഞു. പിന്നെ അടുത്ത് ഒരു ഗ്യാപ്പിൽ അടുത്ത ഒരു സാധനം കൊടുത്താൽ മതി, സംഭവം എൻഗേജിങ് ആയിട്ട് പോകും. ഇത് ചെയ്യാൻ പറ്റണമെന്ന് ആദ്യമേ നമ്മൾ സിനിമ കാണുമ്പോഴേ അത് ഡിസൈഡ് ചെയ്യാൻ പറ്റണം. അതാണ് അതിൻ്റെ ഏറ്റവും മെയിൻ കാര്യം, ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. പിന്നെ ഇത് കട്ട് ചെയ്യുക. ഇത് നിങ്ങൾ ആലോചിക്കണം, ഇത് കൂറ പടമായിരിക്കും. ഇത് ഒരിക്കൽ പോലും കണ്ടിരിക്കാൻ പറ്റാത്ത സിനിമയായിരിക്കും ഇതൊക്കെ മിക്കതും റോസ്റ്റ് ചെയ്യണം. അത് വീണ്ടും 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 കാണണം. അതിന് ചിലപ്പോൾ സ്ലോ മോഷനിൽ കാണണം, ചിലപ്പോൾ പോസ് ചെയ്ത് നോക്കേണ്ടി വരും. എന്തെങ്കിലും അവിടെ സാധനം ഉണ്ടോ, എവിടെയെങ്കിലും മണ്ടത്തരങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ, ലോജിക്കൽ എറേഴ്സ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും റീതിങ്ക് ചെയ്ത് എടുത്തിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കാൻ സമയത്ത് വീണ്ടും കാണണം. ഈ കട്ട് ചെയ്യുമ്പോൾ ചുമ്മാ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, ഫുള്ള് കണ്ടാലേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 2.5 മണിക്കൂറുള്ള സിനിമ കട്ട് ചെയ്ത് ചെയ്യണമെങ്കിൽ വീണ്ടും 4-5 മണിക്കൂറോടെ പോകും. കട്ട് ചെയ്ത് നമ്മൾ സീൻ ഉണ്ടാക്കി വെച്ചു. ഇത്ര സീനുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൽ ഒരു സീരിയസ് ആയിട്ട് അവർ ഉദ്ദേശിച്ച സാധനം കോമഡി ആക്കണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ വെളിയിലുള്ള റെഫറൻസുകളും റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും വയ്ക്കേണ്ടി വരും. വേറെ സിനിമയുടെ ട്രോളോ ഇപ്പം ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ ഒബ്സഷൻ സിനിമേൻ്റെ ഒരു റോസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്കതൊരു കണക്ട് ചെയ്യുമ്പം ഏതോ ഒരു സിനിമയിൽ നമ്മുടെ ഇതുപോലെ ഒരു മരുന്ന്, വശീകരിക്കാനുള്ള മരുന്ന് നമ്മുടെ കൽപ്പന ചേച്ചി അറിയാതെ എടുത്ത് കുടിക്കുകയും ഇന്ദ്രചേട്ടനെ വശീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു സീനുണ്ട്. തന്നെയാണ് ഒബ്സഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ട്രോൾ സെൻസിൽ നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ ആ സിനിമ ഇങ്ങനൊരു സാധനമുണ്ട്. ഇത് വർഷങ്ങളായിട്ട് നമ്മൾ സിനിമ കണ്ട് എക്സ്പീരിയൻസ് ആയി സോഷ്യൽ മീഡിയയിലുള്ള റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് ബ്രെയിൻ അങ്ങനെ പരുവപ്പെടുത്തി വന്നാൽ മാത്രമേ ഇത് സക്സസ് ആവുള്ളൂ. ഇതിങ്ങനെ കാണുമ്പോൾ ഇതൊരു ഇന്നസെൻ്റ് ഏട്ടൻ പറഞ്ഞ ഒരു ഡയലോഗ് ഏതോ ഒരു പടത്തിലുണ്ട്, അതിവിടെ കയറ്റി കഴിഞ്ഞാൽ കറക്റ്റ് ചിരി അവിടെ. ഈ സിനിമയിൽ ഈ ഒരു സീനും കാണിക്കണം. അപ്പുറത്ത് ഇന്ദ്രൻ ചേട്ടൻ ആ ഒരു സാധനം കൂടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇത് ചിരി വരുമെന്ന് നമുക്ക് ആലോചിക്കുമ്പം ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞ ഡയലോഗാണെന്ന് മാത്രമേ നമുക്ക് ഓർമ്മ കാണുള്ളൂ. ഇത് ഏത് സിനിമയിൽ എപ്പോൾ പറഞ്ഞത് നമുക്ക് അറിഞ്ഞൂടാ, നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ 80s 90s സിനിമകളൊക്കെ ഇപ്പോൾ ഇത്ര 20 വർഷമായെന്നുള്ള ലോജിക്കിലിരിക്കുകയാണ്. അല്ല, 40 വർഷം 30 വർഷമൊക്കെ ആയത്. അപ്പോൾ അത് നമുക്കെല്ലാം കാണാപ്പാടെ പഠിച്ചു ഇരിക്കുകയാണെന്ന് നമുക്ക് വെറുതെ തോന്നണതാണ്. ഇപ്പോൾ കിരീടം ഉണ്ടല്ലോ, കിരീടം നമുക്ക് കാണാതെ അറിയാവുന്ന നമ്മുടെ വെറും വിദ്യാധാരണയാണ്. നമ്മൾ തിയേറ്ററിൽ കണ്ടു നോക്കുക, നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു സിനിമ കാണുമ്പോൾ തോന്നും. നമുക്ക് കുറേ സീനുകൾ മാത്രമേ ഓർമ്മയുള്ളൂ. അതുപോലെ നമ്മുടെ മനസ്സിൽ തങ്ങിയിരിക്കുന്ന ഈ സീനുകൾ ഇത് ഏത് സിനിമയിലാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിൽ പിക്ചറുണ്ട്. ഇന്ദ്രചേട്ടൻ മീശ വെച്ചിട്ടുണ്ട്, ഇന്നസെൻ്റ് ചേട്ടൻ മീശ വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ കണ്ണാടി വെച്ചിട്ടുണ്ട്, വലത്തെ സൈഡിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഓർമ്മ വരും. പക്ഷേ പടം ഏതാണെന്ന് മാത്രം ഓർമ്മ വരില്ല. ഇതിന് നമ്മൾ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ച്, അല്ലെങ്കിൽ ആ സിനിമേൻ്റെ യൂട്യൂബിൽ വീണ്ടും കണ്ട് ആ സീൻ എപ്പോഴാണെന്ന് പോലും അറിയില്ല. ചിലപ്പോൾ സിനിമ കിട്ടിയാൽ തന്നെ ആ സീൻ എപ്പോഴാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇതിങ്ങനെ കണ്ട് ഓരോ സീനിലും ഇവിടെ കൊണ്ടുവന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയയിലും സോഷ്യലിയും അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ള കാര്യമുണ്ട്. നമ്മൾ നാഗശൈരേന്ദ്രയുടെ പഴയ അതേ സാധനം തന്നെ വീണ്ടും ഇട്ട് കഴിഞ്ഞാൽ ചിരി വരില്ല. പുതിയ സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ സോഷ്യൽ മീഡിയയിലെ റീലുകളായാലും ആ ട്രെൻഡുമായിട്ട് ഫോളോ ചെയ്ത് അതുമായിട്ട് കണക്ട് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് 100% ഈ ചിരി റോസ്റ്റ് എന്ന് പറയുന്ന ഒരു കലയാണ്. ആ കല കാണുന്നവർക്ക് അതുപോലെ ചിരിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മെയിനായിട്ട് നമ്മൾ ആസ്വദിക്കണമല്ലോ. ഈ സിനിമയെ ഈ സെൻസിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് ചിരി വരുമെന്ന് നമ്മൾ ആസ്വദിക്കും പോലെ പ്രേക്ഷകരെയും ആസ്വദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമകരമായ എഫേർട്ട് ഈ കുറഞ്ഞ സമയത്തിലും ഉണ്ടാക്കണം. ഇതെല്ലാം മനസ്സിൽ വച്ചിട്ട് നമ്മൾ ഡബ് ചെയ്യാൻ പോവുകയാണ്. ഡബ് ചെയ്യണ സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ പഞ്ച് വരില്ല, വീണ്ടും ഡബ് ചെയ്യണം. അപ്പോൾ ഈ സീൻ ബാക്കിലോട്ട് അടിക്കണം, ബാക്ക് സ്പേസ് അടിക്കണം, ഡിലീറ്റ് ചെയ്യണം, കട്ട് ചെയ്യണം, ക്രോപ്പ് ചെയ്യണം,
അതിന് കോപ്പി റൈറ്റ് അടിക്കരുത്, കാരണം കുറച്ച് ലെങ്ത് കൂടി കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് അടിക്കും. അതിനനുസരിച്ച് ഈ കട്ടും വരണം, അതിനനുസരിച്ച് നമ്മുടെ സൗണ്ടും വരണം. എന്നാൽ കാര്യം ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണം, കോമഡി വർക്കൗട്ട് ആവണം. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊണ്ടുപോയി വരാൻ വലിയ പാടാണ്. അത് എല്ലാം ചെയ്തിട്ട് വീണ്ടും കൂട്ടി യോജിപ്പിച്ച് എഫക്റ്റ് കൊടുക്കുക, കറക്റ്റായിട്ടുള്ള ടോയിങ് എഫക്റ്റ്, റെഫറൻസുകൾ ഇതെല്ലാം വെച്ച് ഇതിനെ ഭംഗിയാക്കുക, അതിനെ പറ്റിയ തമ്പനയിൽ കൊടുക്കുക. അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ എവിടെയെങ്കിലും ഏതിൻ്റെങ്കിലും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഉപയോഗിക്കുക, അവനെങ്കിലും കോപ്പി റൈറ്റ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൂടാ. ഒരു കോപ്പി റൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ, ഒരു ഓഡിയോ ക്ലിപ്പ് അത് കോപ്പി റൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സാധനം വീണ്ടും എഡിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതിന് വരെ റീപ്ലേസ് ചെയ്യാൻ മാച്ചിങ് ആയിട്ടുള്ള സാധനം വരില്ല. ഇതേ പാട്ടിനെ നമുക്ക് യൂസ് ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്, പക്ഷേ കോപ്പി റൈറ്റ് അടിക്കാൻ പാടില്ല. ഇതിനെ ചെറുതായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യണം. ഇങ്ങനെ നല്ല ടഫായിട്ടുള്ളത് ഞാൻ ഈ പറയണത് ഓരോ റോസ്റ്റർമാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും എന്തുമാത്രം ടഫായിട്ടാണ്. അതൊരു കലയാണ്. അത് വേറെ ഒരുത്തൻ്റെ കലാസൃഷ്ടി എടുത്ത് നമ്മൾ അതിനെ പരിഹസിച്ച് മറ്റേ അലങ്കോലമാക്കി ചെയ്യുന്ന കാര്യമല്ല അത്. അതിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മൾ ചെയ്യുകയാണ്. ആൾക്കാർ ചിരിക്കുന്നുണ്ടോ? അറ്റ് ദ എൻഡ് എന്താണ്? ആൾക്കാരത് കണ്ട് ചിരിക്കുന്നുണ്ട്. ആൾക്കാരെ കുറച്ച് നമുക്ക് ഹാപ്പി ആയിട്ട് വയ്ക്കുക. നമ്മൾ ഈ എഫേർട്ടിന് നമുക്ക് അതിൻ്റെതായിട്ടുള്ള റെന്യൂമറേഷൻ കിട്ടും. ഇതാണ് പരിപാടി. ഇതിങ്ങനെ ഒരുപാട് പേര് സക്സസ് ആയിട്ട് റീലോഡ്, ഫിൽമി ഷെക്ക്, ഞാൻ പറഞ്ഞ എല്ലാവരും സക്സസ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. പണി വരുമെന്ന് എനിക്കറിയായിരുന്നു. യൂട്യൂബിൻ്റെ പോളിസി ചേഞ്ച് ചെയ്ത് റീയൂസ്ഡ് കണ്ടൻറ് എന്നൊരു സാധനം ഘടിപ്പിക്കാൻ പോകുന്നു. അതായത് ഇടയ്ക്ക് വെച്ചൊരു ന്യൂസ് വന്നായിരുന്നു, AI ഉപയോഗിക്കാൻ പാടില്ല, മറ്റേ എൻ്റെ ക്ലിപ്പ് ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളത് വന്നപ്പോഴേ എനിക്ക് കാറ്റടിച്ച് അതാണ് എൻ്റെ മെയിൻ ചാനലിൽ എൻ്റെ OG തിരുവനന്തപുരനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി അതിലെ റോസ്റ്റ് എല്ലാം കൂടി പതുക്കെ ഈ ഒരു ചാനലുണ്ടാക്കി ഇതിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഒരല്പം താമസിച്ചു പോയി. കുറച്ച് കാലം മുമ്പായിരുന്നെങ്കിൽ ഞാൻ രണ്ടാമത്തെ ചാനൽ തിരുവനന്തപുരം 2.0 ഞാൻ മോണിറ്റൈസ് ആക്കിയത്. ഞാൻ ഇതുപോലെ റോസ്റ്റുകൾ ഇട്ടും സിനിമയുടെ കണ്ടൻറ്റ് ഉപയോഗിച്ച് അത് പെട്ടെന്ന് റീച്ച് കിട്ടും. അങ്ങനെയാണ് ഞാൻ ഇതാക്കിയിട്ട് എന്നിട്ട് ഞാൻ കംപ്ലീറ്റ് അത് ബിഗ് ബോസിന് വേണ്ടി മാറ്റി വെച്ച് തിരുവനന്തപുരം 2.0. പിന്നെ അല്ലാതെ സിനിമേതര വിഷയങ്ങൾ, ഞാൻ യാത്ര പോകുന്നത്, ഫാമിലി കാര്യങ്ങൾ, ഇതുപോലെ ബിഗ് ബോസ്, അങ്ങനത്തെ കാര്യങ്ങൾ, സോഷ്യൽ റെലവൻ്റായിട്ട് കാര്യങ്ങളെല്ലാം ഇത് ഇടാൻ വേണ്ടിയിട്ട് ആ ചാനൽ വരുന്നുണ്ട്. അതിൽ കോപ്പിറൈറ്റ് ഭീഷണിയില്ല, കാരണം ഞാൻ എൻ്റെ തല കാണിച്ചിട്ടുള്ള ഓൺ കണ്ടൻറ്റാണ് അതിനകത്ത് ഇടുന്നത്. ഈ റോസ്റ്റ് ചാനലിലേക്ക് ഞാൻ പതുക്കെ ഇട്ടുകൊണ്ടിരുന്നു. പക്ഷേ നമുക്ക് അറിയാമല്ലോ, ഞാൻ ഓൾറെഡി ഇട്ട സാധനം തന്നെയാണ് ഞാൻ വീണ്ടും ഇവിടെ കൊണ്ടിടുന്നത്. അവിടെ നിന്ന് കളഞ്ഞിട്ട് ഇവിടെ മൈഗ്രേറ്റ് ചെയ്യുക. റീമാസ്റ്റർ പോലും ചെയ്തിട്ടില്ല. അതേ സാധനം അതുപോലെ വാട്ടറെങ്കിൽ വാട്ടർ നമുക്ക് വലിയ ശല്യമൊന്നുമില്ലല്ലോ എന്നുകൊണ്ടിട്ട്. അങ്ങനെ ദൃശ്യ 3യുടെ റോസ്റ്റ് വന്ന സമയത്താണ് അവിടെ നിന്ന് ഞാൻ കണക്ട് ചെയ്ത് ഈ ചാനൽ ലിങ്ക് ചെയ്ത് വെച്ച് കൊടുത്ത ആ വീഡിയോയിൽ. അത് കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാം ഇതിനകത്ത് വന്നിട്ട് ഇതിലത്തെ കുറേ വീഡിയോ ഹിറ്റായി. പെട്ടെന്ന് തന്നെ അത് മോണിറ്റൈസേഷൻ്റെ പരിപാടി ഓണായി. മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു, വെയിറ്റ് ചെയ്യാണ്. ആ സമയത്താണ് റീലോഡിൻ്റെ ഇത് വന്നത്. റീലോഡിൻ്റെ ആ ഒരു ഇത് റീയൂസ്ഡ് കണ്ടൻറ് ആണെന്നുള്ള രീതിയിൽ യൂട്യൂബ് പണി കൊടുത്ത്. സ്ട്രൈക്കൊന്നുമല്ല, സ്ട്രൈക്ക് കിട്ടും, അത് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുള്ള അതല്ല, യൂട്യൂബ് തന്നെ പോളിസിയിൽ ഇങ്ങനെ ഗുണം ഉണ്ടാക്കി. അവന്മാർ പറയുന്നുണ്ട് അവരുടെ വല്ലവരുടെ ഇതാണെങ്കിലും നമ്മുടേതായിട്ടുള്ള ഓഡിയോയോ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് അവന്മാർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അവന്മാർ തരില്ല. ഞാൻ ഒരുപാട് നോക്കി ഇതെന്താണ് പരിപാടി, നമ്മളെ ഓഡിയോ അല്ലേ, നമ്മൾ എഡിറ്റ് ചെയ്ത് നമ്മളെ എഫേർട്ട് ഉണ്ടല്ലോ, അതവർക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളൂ. പക്ഷേ നമ്മുടെ ചാനലുകളിൽ റോസ്റ്റ് ചാനൽ തുടങ്ങുമ്പം അതിൽ റോസ്റ്റ് മാത്രമേ കാണുള്ളൂ, ഇതേപോലത്തെ കണ്ടൻറ്റ് മാത്രമേ. യൂട്യൂബ് നോക്കുമ്പോൾ വേറെ ഏതോ ക്ലിപ്സ് മാത്രം ഓടിക്കൊണ്ടിരിക്കണം. നമ്മൾ പറയുന്ന കാര്യം അവന് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ചിലപ്പം അപ്പീൽ ചെയ്യുമ്പോൾ കിട്ടും, വാട്ടവർ, എനിക്കറിയത്തില്ല. ഞാൻ അപ്പീൽ ചെയ്തില്ല. ഞാൻ അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഓൾറെഡി ഉള്ള മോണിറ്റൈസേഷൻഡ് ആയിട്ടുള്ള ചാനലിലും പണി കിട്ടുമെന്നാണ് അവർ വാണി തന്നിട്ടുണ്ട്. ഞാൻ തൽക്കാലം മിണ്ടാതിരിക്കുകയാണ്. ഈ ചാനൽ നോക്കാം എങ്ങോട്ട് പോകുന്നുണ്ട്. റീലോഡ് ഹൃദയഭേദകമായിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എനിക്കറിയാം, എനിക്ക് പുള്ളിയെ പേഴ്സണലി ഞാൻ പരിചയമുണ്ട്. എനിക്കറിയാം പുള്ളി എന്തുമാത്രം കഷ്ടപ്പെട്ട്. ഒരു സിനിമ ഇറങ്ങുമ്പം ഫസ്റ്റ് വരുന്ന റോസ്റ്റ് റീലോഡിൻ്റെ ആയിരിക്കും. നമ്മൾ പതുക്കെ ഉഴപ്പി നമുക്ക് സമയം കിട്ടും മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ പുള്ളി അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ആയിട്ട് ഉറക്കമില്ലാതെ ആ വർക്ക് ചെയ്ത് നേരത്തെ ആ സാധനം തരും. അത് ഇത്രയും ഫോളോവേഴ്സ്, ഇത്രയും ഫാൻ ബേസ് ഉണ്ടാക്കിയത് മെയിൻ ചാനലിലല്ല, പുള്ളിയുടെ റോസ്റ്റ് ചാനലിലാണ്. അത് എത്രമാത്രം പ്രിയപ്പെട്ടതാണ്. പുള്ളിയുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുള്ള ഒരു ചാനലാണത്. അപ്പോൾ പുള്ളിക്ക് എത്രമാത്രം വാല്യൂബിളാണ് അതെന്ന് എനിക്ക് നല്ല ഫീലുണ്ട്. എനിക്ക് ആ ഫീല് മനസ്സിലായി. ഞാൻ സംസാരിച്ചിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായി എൻ്റെ ഇതിലും പണി കിട്ടും, എൻ്റെത് മോണിറ്റൈസേഷൻ ആവത്തില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു. കറക്റ്റായിട്ട് എൻ്റെത് റീയൂസ്ഡ് കണ്ടൻറ്റാണ്. വേണമെങ്കിൽ അപ്പീൽ കൊടുക്കുക, ഇല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞ് അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങൾ ഇപ്പോൾ റോസ്റ്റ് ഇട്ടിക്കുന്നവരെല്ലാം നിങ്ങൾക്കിപ്പോൾ റവന്യൂ കിട്ടിയിട്ടുണ്ടല്ലോ, എല്ലാ വീഡിയോ പ്രൈവറ്റ് ആക്കിക്കോ. പ്രൈവറ്റ് ആക്കുകയാണെന്ന് എനിക്കറിയാം, ഡിലീറ്റ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്കറിയത്തില്ല. പ്രൈവറ്റ് ആക്കിയാൽ മതിയാവുമെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ഞാൻ ജെമിനിയോട് ചോദിച്ചപ്പോൾ പറയുന്നത് പ്രൈവറ്റ് ആക്കിയാൽ പറ്റില്ല, ഡിലീറ്റ് ചെയ്യണമെന്ന്. ChatGPT ചോദിച്ചപ്പോൾ അത് പറയുന്നത് പ്രൈവറ്റ് ആക്കിയാൽ മതി. അത് അവന്മാരെന്നെ തീരുമാനമെത്തിട്ട്. എന്തായാലും ഇപ്പോൾ നിങ്ങൾ വീഡിയോ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, നിങ്ങളത് ചെയ്യുക. ഇന്ന് റോസ്റ്റർ ചച്ചു ഒരു പുതിയ റോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ചെയ്യരുത് അങ്ങനെ. ഞാൻ ഓൾറെഡി പുള്ളിയുടെ അടുത്ത് പറഞ്ഞതാണ്, അങ്ങനെ ചെയ്യരുത്, പണി കിട്ടും. എങ്ങനെ ചെയ്യണം? ഞാനൊരു ശ്രമം നടത്തി നോക്കട്ടെ. നമുക്ക് ഇരുന്ന് പറയാമല്ലോ, നമുക്ക് നാക്കുണ്ടല്ലോ, നമ്മളെ തലയിലങ്ങ് വയ്യ, എന്നിട്ട് സൈഡിൽ ക്ലിപ്പങ്ങ് വെച്ചാൽ മതിയില്ല.
നമ്മളെ ശബ്ദം കേൾക്കണതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ രൂപം കൂടി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വരില്ല. മെയിനായിട്ട് ഇവർ നോക്കുന്നത് നമ്മുടെ പ്രസൻറ്റേഷൻ. നമ്മൾ വേറൊരു സാധനം എടുത്ത് വിമർശിക്കാനോ റിയാക്ട് ചെയ്യാൻ പാടില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. മെയിനായിട്ട് നമ്മളായിരിക്കും ഹൈലൈറ്റ് ചെയ്യേണ്ടത്. മെയിനായിട്ട് ആ കണ്ടൻറ്റ് ഹൈലൈറ്റ് ചെയ്യരുത്. നമ്മൾ ഈ ബാക്കിൽ സംസാരിക്കുന്നതിന് പകരം നമ്മളിരുന്ന് പറയുന്നതിൻ്റെ ഇടയിൽ ക്ലിപ്സ് ഇടയ്ക്ക് കാണിക്കുക. അതിൽ നമുക്ക് കോമഡി ഉണ്ടാക്കാൻ പറ്റും. കാരണം നമ്മൾ റിവ്യൂ ചെയ്യണമുണ്ട്. നമുക്ക് ഈ ക്ലിപ്സ് കാണിക്കാൻ പറ്റാതെ തന്നെ ചില റിവ്യൂസൊക്കെ നമുക്ക് തമാശ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ചിലർക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ ഷൈ ആയിരിക്കും. എനിക്കത് പറ്റില്ല, എനിക്ക് ക്യാമറയുടെ മുമ്പിൽ പ്രശ്നമാണ്. ശരിയാണ്, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്നത് എപ്പോഴും ഏത് സ്ഥലത്ത് വേണമെങ്കിലും വെച്ച് എഡിറ്റ് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം. നമുക്ക് ഭയങ്കര ഫ്രീഡം ആയിരിക്കും. ക്യാമറ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ എനിക്ക് മനസ്സിലായി. നമുക്ക് മറ്റത് ചെയ്യും പോലെ ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല ഫ്രണ്ടിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുക എന്ന് പറയണേ. അത് പറ്റും ബ്രോ. നമ്മുടെ വെറും തെറ്റിദ്ധാരണയാണ് നമുക്ക് പറ്റില്ല എന്നുള്ളത്. കാരണം ഞാനാണ് എക്സാമ്പിൾ. എനിക്ക് പണ്ട് ഞാൻ ഈ ഫേസ്ബുക്കിൽ എഴുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വീഡിയോയുടെ മുമ്പിൽ വരാൻ ചടപ്പായിരുന്നു. എനിക്ക് പറ്റത്തില്ല എന്ന് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന ആളാണ്. എൻ്റെ കൂട്ടുകാരുടെ ഒരു ഇൻസ്പിറേഷൻ കാരണം മാത്രമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കാനുള്ള കോൺഫിഡൻറ്റ് എനിക്ക് അല്ലെങ്കിൽ പേടിയാണ്. ആൾക്കാരുടെ ഇടയിൽ ഇൻ്റർവ്യൂവിനൊക്കെ പോയിരിക്കാൻ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇതാണ്. ഒരു എന്താ പറയണ സഭാകമ്പമുള്ള ഭ്രമമുള്ള പരിപാടിയാണ്. പക്ഷേ ഞാനിപ്പം യൂസ്ഡാണ്. എനിക്കിപ്പം ഒരു ക്യാമറ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈവ് വരണുണ്ട്. എന്ത് വേണമെങ്കിലും എനിക്ക് പറയാം. എന്തൊക്കെ പറയണമെന്നുള്ള എൻ്റെ ലിമിറ്റേഷൻ ഓട്ടോമാറ്റിക്കായിട്ട്. നമുക്ക് വണ്ടി ഓട്ടിക്കുമ്പോൾ ഗിയർ ഇടാൻ നമ്മൾ ആലോചിച്ച് ഇപ്പോൾ ഫസ്റ്റ് ഉണ്ടെങ്കിൽ കേട്ടോ, ഇപ്പോൾ സെക്കൻഡ് ഉണ്ടെങ്കിൽ കേട്ടോ, അങ്ങനെ ചെയ്യണ്ടല്ലോ. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും. അത് വരും. അത് ഞാൻ തരണ ഉറപ്പാണ്. നിങ്ങൾക്ക് എന്ത് ഫിയർ ഉണ്ടെങ്കിലോ എന്ത് ഫോബിയ ഉണ്ടെങ്കിലോ നിങ്ങളെ ഫ്രണ്ടിൻ്റെ കൂടെ സംസാരിക്കുമ്പോൾ ഇരുന്ന് പറ. നിങ്ങൾ അങ്ങനെ ചെയ്യും. നിങ്ങൾ കണ്ടൻറ്റ് ഇപ്പോൾ ചെയ്യും പോലെ തന്നെ ചെയ്തോ. ഓഡിയോയ്ക്ക് കൂടെ നിങ്ങളുടെ തലയും കൂടി വെച്ച് സൈഡിൽ സിനിമയുടെ ക്ലിപ്പും വെച്ചിട്ട് പോവുക. എല്ലാവർക്കും കിട്ടും. ഇപ്പോൾ ഫിൽമി ഷെക്കിന് എല്ലാവർക്കും ഇത് വരും. കാരണം നിങ്ങളുടെ ചാനലിൽ അത് മാത്രമേ ഉള്ളൂ എങ്കിൽ. മിക്സഡ് ആയിട്ട് എൻ്റെ മെയിൻ ചാനലിന് പ്രശ്നം വന്നിട്ടില്ല. കാരണം എൻ്റെ മെയിൻ ചാനലിൽ റോസ്റ്റുകൾ കുറവാണ്. കൂടുതലും ഞാൻ റിവ്യൂ അങ്ങനത്തെ ഇതാണ്. അപ്പം അത് ബാക്കപ്പ് ചെയ്ത് പോകുമായിരിക്കും. പക്ഷേ റോസ്റ്റ് മാത്രം വെച്ചിട്ട് ഒരു ചാനൽ പോവുകയാണെങ്കിൽ ശരി തന്നെയാണ്. ഇതിൻ്റെ ആൽഗോരിതം വെച്ചിട്ട് നമുക്ക് എല്ലാം കൂടി ഒരു ചാനൽ ഉണ്ടാക്കാൻ പറ്റില്ല. റോസ്റ്റ് ഇടുന്ന ചാനൽ റോസ്റ്റ് മാത്രം ഇടാൻ പറ്റില്ല. എന്നാലേ അതിനുള്ള ആൾക്കാർ ഓഡിയൻസ് വരുള്ളൂ. യൂട്യൂബ് അങ്ങനെ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അത് വേണ്ട. റോസ്റ്റ് തന്നെ നമുക്ക് ഈ രീതിയിൽ മാറ്റി ചിന്തിച്ച് നമ്മുടെ അപ്പിയറൻസ് കൂടി കൊടുത്ത് രസകരമായിട്ട് ഇതിലൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പ്രഷനും കൂടി ഇട്ട് വയ്ക്കാം. ഇതിനകത്ത് എക്സ്പ്രഷൻ കൂടി നമുക്ക് മറ്റേ ഓഡിയോ മാത്രമല്ലേ വിട്ടുള്ളൂ. എക്സ്പ്രഷൻ കൂടി ഇട്ട് വയ്ക്കാമല്ലോ. ആ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. ഇത് നമ്മൾ എന്തായാലും വെച്ച് മതിയാക്കാനൊന്നും പോകണില്ല. നമ്മൾ ആലോചിക്കുന്നുണ്ട് വേറെ ഏതൊക്കെ രീതിയിൽ വെറൈറ്റീസ് കൊണ്ടുവരാൻ പറ്റുമെന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ എൻ്റെ വീണ്ടും ബാക്കിയുള്ള റോസ്റ്റുകളെല്ലാം റീമാസ്റ്റർ ചെയ്ത് ഇടും. വീണ്ടും അപ്ലൈ ചെയ്യാൻ നേരത്ത് ഞാൻ ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മുക്കുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ കണ്ട് ചിരിച്ചോളി. അപ്പോൾ ഇതൊന്ന് പറയണമെന്ന് തോന്നി. എനിക്കും പണി കിട്ടി, നിങ്ങൾക്ക് പണി കിട്ടാതെ സൂക്ഷിക്കുക.